ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വാട്ടർ ഹീറ്ററിൻ്റെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം വാട്ടർ ഹീറ്റർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്താണ്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് വി-ഗാർഡിൻ്റെ വാട്ടർ ഹീറ്ററാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ MRP കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. അതിൻ്റെ വാട്ട്സ് കണ്ടോ, 3000 വാട്ട്സാണ് വരുന്നത്. അതായത് 3 ലിറ്ററിൻ്റെ ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. 3 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് 3000 വാട്ട്സാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇത്രയും വലിപ്പമാണ് വരുന്നത്. ഇത്രയും വലിപ്പത്തിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മെയിൻസ് ഓണോ, പിന്നെ ഓവർ ഹീറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ 2 ഇൻലെറ്റും ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റുമാണ് വരുന്നത്. അത് കറക്റ്റ് മാറി പോകാതെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ മാർക്കിങ് കാര്യങ്ങൾ വാട്ട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ടോ. ഇന്നെന്ന് പറയുന്നത് നമ്മൾ പച്ചവെള്ളമാണ്. ഇന്നിൽ നമുക്ക് പച്ചവെള്ളം, ഔട്ടിൽ നമുക്ക് ചൂടുവെള്ളം കണ്ടോ. അതിൻ്റെ അത് കറക്റ്റായിട്ട് ഔട്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതൊരിക്കലും മാറിപ്പോകരുത്. ഇന്നിലേക്ക് നമ്മൾ സാധാ പച്ചവെള്ളം കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. ആ ക്യാപ്പ് നമുക്ക് ആവശ്യമില്ലാതെ അഴിച്ച് കളയാം. പിന്നെ തൊട്ടപ്പുറത്ത് കാണാൻ സാധിക്കും എയർ ബബിൾസ് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുണ്ടോ ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത് നമുക്ക് കണക്ഷൻ പൈപ്പാണ് വരുന്നത്. അറേഞ്ചിൻ്റെ കണക്ഷൻ പൈപ്പ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നിൽ നമ്മൾ പച്ചവെള്ളത്തിൻ്റെ ആ വിഷയമില്ല, പച്ചവെള്ളത്തിൻ്റെ കണക്ഷൻ പൈപ്പായാലും വിഷയമില്ല. ഈ ഔട്ടിൽ ഒരിക്കലും പച്ചവെള്ളത്തിന് കണക്ട് ചെയ്ത്, കാരണം ചൂടുവെള്ളം ആയതുകൊണ്ട് അതിന് സെപ്പറേറ്റ് കണക്ഷൻ പൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ പൈപ്പ് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ത്രീ പിൻ ടോപ്പിൻ്റെ കണക്ഷൻസാണ് വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്. അതായത് വരുന്നത് പച്ചയും മഞ്ഞയും കൂടി വരുന്നത് എർത്ത്, ബ്ലാക്ക് വരുന്ന ന്യൂട്രൽ, ആ റെഡ് വരുന്നത് ഫേസ്. ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ത്രീ പിൻ ടോപ്പ് കൊടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും അതിൻ്റെ ഫേസ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡ് എപ്പോഴും നെഗറ്റീവ്, അതായത് ന്യൂട്രൽ കൂടി കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ മെയിനായിട്ട് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. 1.5 സ്ക്വയർ mm ആണ് വരുന്നത്. അതിൻ്റെ അകത്തുനിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ 3 പിൻ കാര്യങ്ങൾ കമ്പനി തന്നിട്ടില്ല. അപ്പോൾ 3 പിൻ ടോപ്പ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് ക്ലിയർ ചെയ്യണം. ഇനി നമ്മൾ പിടിപ്പിക്കേണ്ട കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കേണ്ട 2 വാൾ ഹാങ് ടൈപ്പ്, അതായത് ആങ്കർ ബോൾട്ട് ടൈപ്പ് 2 സ്ക്രൂകൾ വരുന്ന രീതിയിൽ നമ്മൾ ഭിത്തിയിൽ ഉറപ്പിക്കുക. ഉണ്ട് ഇതിൽ 2. അത് ജസ്റ്റ് ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ പിടിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അതല്ല, നല്ല 2 ഇഞ്ചോ 3 ഇഞ്ചോ വരുന്ന SS-ൻ്റെ സ്റ്റീലിൻ്റെ സ്ക്രൂ ആയാലും വിഷയമില്ല. 6 mm 10 mm ഫിഷർ നമ്മൾ ഫിഷർ ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 3 ഇഞ്ചിൻ്റെയോ SS-ൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഹാങ് ചെയ്താൽ യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് കൈകാര്യം ചെയ്യാനും എടുത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് നോക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ 3 ലിറ്ററിൻ്റെ നമുക്ക് കണ്ടു. 3 ലിറ്ററിന് 3000 വാട്ട്സാണ് കമ്പനി പറയുന്നത്. അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ 2 വർഷമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ MRP കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൽ കൊടുക്കുന്ന പവർ പ്ലഗ് കാര്യങ്ങളാണ് വരുന്നത്. 16 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് DBയിൽ നിന്നും ഡയറക്റ്റ് ഒരു കണക്ഷൻ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം 3000 വാട്ട്സ് എടുക്കുന്നതുകൊണ്ട് നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ നമ്മൾ വീടിൻ്റെ, അതായത് കിച്ചണിൽ ഉപയോഗിക്കുന്ന അതേ സെയിം വാട്ട്സ് തന്നെ ഏകദേശം എടുക്കുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കർ ഏകദേശം ഒരു 1500 വാട്ട് തൊട്ട് 4000 3000 വാട്ട്സ് വരെയൊക്കെ ഓൾറെഡി വരുന്ന ഇൻഡക്ഷൻ കുക്കറുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം വാട്ട്സിന് ഏകദേശം ഈ പറയുന്ന ഹീറ്ററും എടുക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പവർ പ്ലഗ് കാര്യങ്ങൾ കൊടുക്കാതെ DBയിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരിക്കലും മാറിപ്പോകരുത്. ഇന്നിൽ നമ്മൾ സാധാ പച്ചവെള്ളം, ഔട്ട്ലെറ്റ് നമുക്ക് ചൂടുവെള്ളമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലും നമ്മളിതുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ.